ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അരിയുണ്ടയുടെ റെസിപ്പിയാണ്. ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നുള്ളത് ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് അരിയും ഒരു മുറി തേങ്ങയും കുറച്ച് കപ്പലണ്ടിയുമാണ്. അരി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെള്ളം തോർന്നതിന് ശേഷമാണ് അരി വറുത്തിട്ടുള്ളത്. അരി വറുക്കുന്നതൊന്നും ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് അരി വറുക്കുന്നതൊന്നും കാണിക്കാത്തത്. അതെല്ലാവർക്കും അറിയാലോ. തേങ്ങ ചിരവിയതല്ല, കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ആദ്യം തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. നല്ലോണം അടിച്ചിട്ടില്ല, ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഈ രീതിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് വറുത്ത് വെച്ച അരിയും ഇട്ട് കൊടുത്തു. തേങ്ങ ചിരവാനുള്ള മടി കൊണ്ടാണ് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തത്. ചിരവ നല്ല മൂർച്ചയുണ്ട്, അപ്പം നമ്മൾ കൈക്ക് പണി കിട്ടും. അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കൊടുത്തത്. തേങ്ങയും അരിയും ഒന്നിച്ച് ആദ്യം തന്നെ അരച്ചാൽ നല്ല പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഓരോന്നോരോന്നായിട്ട് പൊടിച്ചെടുത്തത്. അങ്ങനെ വറുത്ത അരിയും അതിലേക്ക് ഇട്ട് കൊടുത്തു, ഒന്ന് പൊടിച്ചെടുത്തു. തേങ്ങയും അരിയും പൊടിച്ചതിലേക്ക് കുറച്ച് കപ്പലണ്ടിയും അത് ഇട്ട് കൊടുത്തു. 3 ടീസ്പൂണ് പഞ്ചസാരയും ഇട്ട് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. കപ്പലണ്ടി ഉപ്പിട്ട് വറുത്തതല്ല, കുറച്ച് എണ്ണ ഒഴിച്ച് അതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്തു. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഞാനിവിടെ പഞ്ചസാരയാണ് എടുത്തത്. നിങ്ങൾക്ക് ശർക്കര കൊണ്ടും ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ ശർക്കര ഉണ്ട്. നേരം വൈകിയത് കൊണ്ടാണ്, ശർക്കര ഒഴിക്കാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് പഞ്ചസാര ഇട്ടെടുത്തത്. എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഒരു പാത്രം എടുത്തു. അടിച്ചു വെച്ച അരിൻ്റെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതൊരു നാടൻ പലഹാരമാണ്. ഇപ്പോൾ അധിക ആളുകളും ഇതൊന്നും ഉണ്ടാക്കാറില്ല. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഉമ്മ ഇത് ഉണ്ടാക്കി തരാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല. ഞാനും ഇതുപോലുള്ള റെസിപ്പി ഒന്നും ഉണ്ടാക്കില്ല. എൻ്റെ കുട്ടികൾക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ കാശ് കൊടുത്താൽ കടയിൽ നിന്ന് എല്ലാ ബേക്കറി ഐറ്റംസും കിട്ടല്ലോ. അപ്പോൾ കുട്ടികൾക്ക് അതിനോടാണ് താല്പര്യം. ഈ റെസിപ്പി ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് കഴിക്കാൻ പൂതിയായത് കൊണ്ടാണ്. കുട്ടികൾക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കട്ടെ. എൻ്റെ കുട്ടിപ്രായത്തിൽ ഞാൻ കഴിച്ചതാണ്. അപ്പോൾ ഒരു പൂതി തോന്നിയപ്പോൾ ഉണ്ടാക്കിയതാണ്. ഇതൊന്ന് ബോൾസാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്തു. ആ വെള്ളം ഈ പൊടിയിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് 1 ടീസ്പൂൺ കൊണ്ട് ആ പൊടി നല്ലവണ്ണം ഇളക്കി കൊടുത്തു. പാത്രം നിറയെ പൊടിയുള്ളത് കൊണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാൻ പറ്റുന്നില്ല. പതിയെ കുറച്ചീച്ച വെള്ളം ഒഴിച്ചിട്ടാണ് പൊടി ഇളക്കി കൊടുക്കുന്നത്. പൊടിൻ്റെ അടിഭാഗം നനയാത്തത് കൊണ്ട് ഒന്ന് കുഴിയാക്കി കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് പതിയെ അത് മിക്സ് ചെയ്തെടുത്തു. അങ്ങനെ പൊടി നല്ലവണ്ണം കുഴച്ച് മിക്സാക്കി വെച്ചു. ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് 3/4 ഭാഗം ഈ പൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്തു. 1/4 ഭാഗം മാത്രമേ ബാക്കി കിട്ടിയുള്ളൂ. മിക്സ് ചെയ്ത് വെച്ച പൊടിയിൽ നിന്നും കുറച്ചെടുത്തു. അത് ബോൾസാക്കി നല്ലവണ്ണം ഉരുട്ടിയെടുത്തു. ആദ്യത്തെ ബോൾസ് ഇവിടെ റെഡിയായി. ഇതുപോലെ ഓരോ ബോളും ഉരുട്ടി തയ്യാറാക്കി വെച്ചു. ഈ പൊടി കൊണ്ട് എനിക്ക് ഇവിടെ കിട്ടിയത് 12 ബോളാണ്. അപ്പോൾ നമ്മുടെ അരിയുണ്ട എല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം, മറക്കരുത്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.